ജൂനിച്ചി മോരിയുടെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ലിറ്റിൽ ഫോറസ്റ്റിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ലിറ്റിൽ ഫോറസ്റ്റിലെ വേനൽക്കാല കഥ ഇതിനോടകം നമ്മൾ കേട്ടുകഴിഞ്ഞു. അടുത്തതായി ശരത്കാലമാണ്. കുമോരി ഗ്രാമത്തിലെ ഇച്ചിക്കോയുടെ ശരത്കാല ജീവിതത്തെപ്പറ്റി സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ ഗംഭീരമായ ഈ സിനിമയുടെ കഥയിലേക്ക് പോകാം. കുമോരി ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്ന ഇച്ചിക്കോ എന്ന പെൺകുട്ടിയുടെ കഥയാണിത്. അവളുടെ ഡയറി പോലെയാണ് കഥ പറഞ്ഞു പോകുന്നതും. ശരത്കാലത്തേക്കുള്ള സാധനങ്ങളും വാങ്ങി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മടങ്ങിയെത്തി. പാചകം ചെയ്യുന്നതിന്റെ ഇടയിലായിരുന്നു പോസ്റ്റ്മാൻ വന്നത്. ഒരു തപാലുണ്ടായിരുന്നു. തപാൽ എന്ന് പറഞ്ഞെങ്കിലും ആരുടെയും വിശേഷം അറിയിച്ചുള്ള കത്തൊന്നുമല്ല, വെള്ളത്തിന്റെയും കരണ്ടിന്റെയും ബില്ലുകളാണ്. പോസ്റ്റ്മാൻ എന്നോട് അമ്മയുടെ വിവരമുണ്ടോ എന്ന് തിരക്കി. ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് അത് തന്നെ പറയേണ്ടി വന്നു. ശരി, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടേ ചോദിച്ചോ എന്ന് പറഞ്ഞ് ചിരിയോടെ അദ്ദേഹം മടങ്ങിപ്പോയി. അടുക്കളയിൽ ഞാൻ ജോലി തുടരാൻ തുടങ്ങി. നിങ്ങൾ അറിയേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. 5 വർഷം മുമ്പ് പൊടുന്നനെ എന്നെ തനിച്ചാക്കി അമ്മ വീട് വിട്ടുപോയി. അതിൽ പിന്നെ അമ്മയുടെ ഒരു അറിവുമില്ല. ശരത്കാലത്തെ ആദ്യ വിഭവം. കൊയ്ത്തുകാലം അടുക്കാറാവുന്നല്ലോ. അതുകൊണ്ട് തന്നെ നെല്ലുകൾ വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നെൽവയലുകൾക്കിടയിലൂടെ പോകുമ്പോൾ ഞാൻ ആകേബി പഴങ്ങൾ തിരയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അത് പച്ച തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പാടത്തേക്ക് പോയി. നെല്ല് കൊയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മറ്റു കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയത്. നെല്ലുകൾക്കിടയിലെ വെള്ളം വറ്റിക്കാൻ വരമ്പുകൾക്കിടയിൽ ചാലു കീറണം. അങ്ങനെ വെള്ളമൊഴുക്ക് സുഗമമാവും. വയലിൽ നനവില്ലെന്ന് മുൻകൂട്ടി ഉറപ്പാക്കിയില്ലെങ്കിൽ കൊയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ചെളിയായിരിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. നെൽച്ചെടിയുടെ ഇലകൾ ക്രമേണ മഞ്ഞയായി മാറുന്നു. എല്ലാ പോഷകങ്ങളും ചെടിയുടെ കതിരിൽ നിറയുന്നതിനാൽ വളർന്ന് പാകമാവുമ്പോൾ അവ രുചികരമായി തീരുന്നു. ദിവസങ്ങൾ എത്ര വേഗമാ പോകുന്നേ. മുമ്പ് പച്ചയായിരുന്ന ആക്കേബി പഴങ്ങൾ തടിച്ചു കൊഴുത്ത് പർപ്പിൾ നിറത്തിലായിട്ടുണ്ടിപ്പോൾ. വീതിയുള്ള വായ പോലെ അവ രണ്ടായി പിളരുമ്പോൾ കഴിക്കാൻ പാകമാകുന്നു. ഇവയുടെ വള്ളികൾ മരങ്ങളിലേക്ക് പടരുന്നതിനാൽ മിക്കപ്പോഴും പഴം ഉയരത്തിൽ തൂങ്ങിക്കിടക്കുവാകും. കുട്ടികൾ പഴങ്ങൾക്കായി മരങ്ങളിൽ കയറിയിറങ്ങുമെങ്കിലും അതത്ര സുഖമുള്ള ഓർമ്മകളല്ല. എന്റെ ചെറുപ്പത്തിലും ഞാനും ഒരുപാട് കയറിയിട്ടുണ്ട്. കൂടെ കൂട്ടുകാരി കീക്കോയും കാണും. പക്ഷെ മുതിർന്നപ്പോൾ ചെറുപ്പത്തിലെ പോലെ മരം കയറാൻ അത്ര എളുപ്പമല്ല. കീക്കോ ഒപ്പമുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു മുത്തശ്ശിക്കായി ആക്കേബി പഴങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടത്. കീക്കോയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഏറെ സ്നേഹത്തിലാണ്. പറിച്ചു കൊണ്ടുവന്ന ആക്കേബി പഴങ്ങൾ ഞാനും കീക്കോയും കഴിക്കാൻ തുടങ്ങി. അവയുടെ വിത്തുകൾ ഞാൻ വീടിന് ചുറ്റും നട്ട് അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കഴിക്കുമ്പോൾ ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. എന്താണാവോ, ഇതിന് ശുദ്ധമായ മധുരമാ. ജാപ്പനീസ് പലഹാരങ്ങളുടെ അതേ മധുരമാണെന്ന് തോന്നുന്നു. കഴിച്ചു തീർന്നതും ഞാൻ എന്റെ സംശയം കീക്കോയോട് ചോദിച്ചു. ആക്കേബി പഴങ്ങളുടെ തൊലി പാചകം ചെയ്യണമെങ്കിൽ അതിന്റെ കയ്പ് കളയാൻ എന്ത് ചേർക്കണം? നിനക്കിതിന്റെ തൊലിയും തിന്നണോ എന്നായിരുന്നു കീക്കോയുടെ മറുചോദ്യം. മധുരം, എരിവ്, പുളി, അതും ഇനി എല്ലാം ചേർക്കണോ? എനിക്ക് സംശയമായി. കീക്കോയ്ക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ തൊലി കഴിക്കാൻ പാകത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. ജീരകം, വെളുത്തുള്ളി, സവാള, കറി മസാല, തക്കാളി, അവസാനം ആക്കേബിയുടെ തൊലിയും ചേർത്തു. ഞാൻ ഇവയെല്ലാം സോയാ സോസ് ചേർത്ത് വഴറ്റിയെടുക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഇതൊരു സാബുജി പാചക രീതിയാണ്. സൈഡ് ഡിഷായോ ലഘുഭക്ഷണമായോ ഉപയോഗിക്കാം. ചിലതിൽ വീര്യമുള്ള മീസോ ചേർത്ത് രുചികരമാക്കിയ അരിഞ്ഞ ഇറച്ചി നിറച്ച് ഫ്രൈ ചെയ്യുന്നു. നെല്ല് കൊയ്യുമ്പോഴുള്ള ഉച്ചഭക്ഷണമായി ഞാൻ ഇതാണ് കൊണ്ടുപോവാറുള്ളത്. ആക്കേബി പഴങ്ങൾ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും കൈവശപ്പെടുത്താൻ മത്സരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ശരത്കാലത്ത് മലകളിലേക്ക് ഉണങ്ങിയ പഴങ്ങൾ ശേഖരിക്കാൻ ഞാൻ പോവാറുണ്ട്. കൊയ്ത്തുകാലമായതിനാൽ നാടൊട്ടുക്കും നെൽപ്പാടങ്ങൾ കൊയ്യുകയാണ്. എന്റെ രണ്ടാമത്തെ വിഭവത്തിന്റെ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നതും. നിങ്ങൾക്കറിയാമോ, എന്റെ പാടത്തെ നെൽച്ചെടികൾ 2 വട്ടം ആകാശത്തിലൂടെ പറന്നുയരും. ആദ്യത്തേത് ഞാറ് നടുമ്പോഴാണ്. ഞാറ് നടുന്നതിനിടയിൽ തൈകൾക്ക് വേണ്ടിയുള്ള പോക്കുവരവ് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ കെട്ടുകൾ എറിയുന്നത്. രണ്ടാമത് കൊയ്യുമ്പോഴും വിളവെടുത്ത നെല്ലിനെ വൈക്കോൽ വെച്ച് കെട്ടി കറ്റകളാക്കി പാടവരമ്പിൽ അട്ടിയിട്ട് വെക്കും. വിളവെടുപ്പിന് ഞാൻ എപ്പോഴും വാൾനട്ട് നേർത്ത ചോറാണ് ഉച്ചക്ക് കഴിക്കാറുള്ളത്. ഈ വർഷത്തെ വാൾനട്ട് പെറുക്കൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പാതയോരത്തെ ചെളിയിൽ വീണ വാൾനട്ട് ശേഖരിക്കൽ മൃഗങ്ങളുമായുള്ള മത്സരം തന്നെയാണ്. കിട്ടിയ കായകൾ ഞാൻ മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് കുഴിച്ചിടും. തൊലി അഴുകി കറുത്ത ശേഷം ശരിക്കത് കഴുകി വൃത്തിയാക്കിയെടുക്കും. വലയ്ക്കുള്ളിലിട്ട് നന്നായി ഉണക്കിയാൽ വർഷങ്ങളോളം അത് കേടുവരാതെ സൂക്ഷിക്കാം. കുമോരിയിലെ വാൾനട്ടിന്റെ പുറന്തോട് വളരെയധികം കട്ടിയുള്ളതാണ്. അതിനാൽ തോട് പൊട്ടിക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാനിവ വറുത്തെടുത്ത ശേഷം തുണിയിൽ പൊതിഞ്ഞ് ചുറ്റിക വെച്ച് അടിച്ചാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷം കായ്ക്കുള്ളിലെ പരിപ്പുകൾ ശ്രദ്ധാപൂർവം വേർതിരിച്ചെടുക്കുന്നു. വല്ലതും ബാക്കി വന്നെങ്കിൽ ഞാൻ അവ കടിച്ചു പൊട്ടിക്കും. ശേഷം ചെറിയ ഉലക്ക വെച്ച് പരിപ്പ്
ചതച്ച് കുഴമ്പ് രൂപത്തിലാക്കുന്നു. പിന്നീട് അത് കഴുകി വെച്ച അരിയിലേക്ക് ചേർക്കും. സ്വാദിനായി സോയാ സോസും സാക്കയും ചേർത്താണ് പാചകം. ഇത് ചേർക്കുന്നത് 10 കപ്പ് അരിയിൽ 2-3 കപ്പ് എന്ന കണക്കിനാണ്. സോയാ സോസിലും കുറച്ച് സാക്കയെ ചേർക്കൂ. വെന്തുവരുമ്പോൾ ഇതിന് കൊത്തിയൂറുന്ന മണവും രുചിയും ഉണ്ടാവും. കൊയ്ത്തിനിടയിൽ ആ ഭക്ഷണം ഞാൻ ആസ്വദിച്ച് കഴിക്കും. ഉള്ളത് പറയാമല്ലോ, കഴിഞ്ഞ വർഷത്തെ അരിയാണ് ഞാൻ ചോറിന് ഉപയോഗിക്കുന്നത്. അതായത് കൃത്യം 1 വർഷം മുമ്പായിരുന്നു ഞാൻ ഇതുപോലെ ഇവിടെ വന്നത്. അതിനു മുമ്പുള്ള വർഷത്തെ വാൾനട്ട് ചോറും കഴിച്ച് ഈ വിളകളൊക്കെ വളർത്തിയെടുത്തത്. പാടത്ത് തന്നെ ഒരു കോൽ നാട്ടി അതിന് ചുറ്റിലുമായി കറ്റകൾ അടുക്കി വെക്കും. അന്ന് കറ്റ വെട്ടുമ്പോൾ കീക്കോയുടെ മുത്തശ്ശി വന്നു. മുത്തശ്ശി കുറച്ച് ഭക്ഷണവുമായി വന്നതായിരുന്നു. മുത്തശ്ശി എന്നോട് എന്റെ നെൽകൃഷി കണ്ട് വിളവെടുപ്പും കണ്ട് പറഞ്ഞു, നീ ഒരുപാട് പണിയെടുത്തല്ലോ. നിന്നെ സഹായിച്ച് പട്ടണത്തിലെ ആളുകൾക്ക് വല്ലതും കൊടുത്തയച്ച അവർക്ക് വലിയ സന്തോഷമാവും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതിനാ മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ കൊയ്ത്തിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിരുന്നു. പിന്നീടാണ് 3ാം വിഭവത്തിന്റെ കഥ തുടങ്ങുന്നത്. ഓഫ് സീസണിന് തൊട്ട് മുമ്പ് 1000 യെന്നിന് ക്യാമ്പ് ഗ്രൗണ്ടിലെ മത്സ്യക്കുളത്തിൽ നിന്ന് വേണ്ടത്ര മത്സ്യങ്ങളെ നിങ്ങൾക്ക് പിടിക്കാനാകും. അവയെ വെച്ച് ഞാൻ ബെൻസ്യൂക്ക് ഉണ്ടാക്കാനായിരുന്നു എന്റെ തീരുമാനം. യൂറ്റയ്ക്കൊപ്പം മീനെ പിടിക്കാൻ ഞാനും പോയി. ആദ്യം മീനുകളെ പിടിക്കണം. പിടിച്ച മീനുകൾ വൃത്തിയായി മുറിച്ച് കഴുകിയെടുക്കണം. കുറച്ച് സൂപ്പ് സ്റ്റോക്ക് തിളപ്പിച്ചിട്ട് വിനാഗിരി, പഞ്ചസാര, സോയാ സോസ്, ഒടുവിൽ വറ്റൽ മുളകും സോസിലേക്ക് ചേർക്കണം. മത്സ്യം മാവിൽ പൊതിഞ്ഞെടുക്കണം. ശേഷം അത് നന്നായി വറുക്കണം. വറുത്തെടുത്ത മത്സ്യം സോസിൽ മുക്കി വെക്കണം. 1-2 മണിക്കൂറുകൾക്ക് ശേഷം ഇവ കഴിക്കാമെങ്കിലും പിറ്റേന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4ാമത്തെ വിഭവത്തിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. മരങ്ങൾ ഇല പൊഴിക്കാൻ പാകമാവുന്ന സമയത്താണ് കാൻഡീഡ് ചെസ്നട്ടുകൾ പോപ്പുലർ ആവുന്നത്. അതായത് പഞ്ചസാരയിൽ വിളയിച്ച ചെസ്നട്ടുകൾ. ക്യാമ്പ് ഗ്രൗണ്ടിലെ മിസ്റ്റർ ഷിഗിയുക്കിയും അവിടുത്തെ സ്ഥിരം കുറ്റി യൂറ്റയുമാണ് ഈ പരിപാടിയുടെ സംഘാടകർ. അവധി ദിവസങ്ങളിൽ പല ആളുകളും ഇതിലേക്ക് കടന്നുവരും. കഴിച്ച് അതിന്റെ രുചി പിടിക്കുന്നതോടെ അതങ്ങനെ തരംഗമാവാൻ തുടങ്ങും. കഴിച്ച വ്യക്തികൾ മറ്റുള്ളവർക്ക് താൻ വിളയിച്ചെടുത്ത ചെസ്നട്ടും ഒപ്പം അതുണ്ടാക്കാനുള്ള റെസിപ്പിയും പറഞ്ഞുകൊടുക്കും. കാൻഡീഡ് ചെസ്നട്ട് പോപ്പുലറായി തുടങ്ങിയപ്പോൾ മരം വെട്ടുകയായിരുന്ന എന്റെ അടുത്തേക്ക് കീക്കോയും അതുകൊണ്ടുവന്നു. ഒപ്പം അടുത്ത വീട്ടിലെ ചേച്ചിയും. മദ്യത്തിലിട്ട് വെച്ച് കാൻഡീഡ് ചെസ്നട്ട് ആയിരുന്നു അവർ കൊണ്ടുവന്നത്. കീക്കോയാകട്ടെ റെഡ് വൈനിലിട്ടായിരുന്നു ചെസ്നട്ട് കൊണ്ടുവന്നിരുന്നത്. ചെസ്നട്ട് തന്ന് ഒരുമിച്ച് ചായ കുടിച്ച് അവർ അന്ന് പിരിഞ്ഞുപോയി. മരം മുറിക്കൽ കഠിനമായ ജോലിയായിരുന്നു. അന്ന് നല്ല രീതിയിൽ അധ്വാനിച്ചു. എല്ലാവരും തയ്യാറാക്കുന്ന ആ വിഭവം ഞാനും തയ്യാറാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ്? പക്ഷേ ചെസ്നട്ട് പെറുക്കാൻ പോകുമ്പോൾ കരടികളെ സൂക്ഷിക്കണം. ബൂട്ടും ചവണയും വെച്ച് പുറംതൊലിക്കുള്ളിലെ കായ പുറത്തെടുക്കാം. ഇവയ്ക്ക് കട്ടി കൂടുന്നതിനാൽ പുറംതൊലി പെട്ടെന്ന് കളയേണ്ടതാണ്. പഴക്കമുള്ള ചെസ്നട്ടുകൾ ചെറുതായി തിളപ്പിച്ചാൽ എളുപ്പത്തിൽ തൊലി കളയാം. സോഡാക്കാരമോ അപ്പക്കാരമോ ഇട്ട് രാത്രി മുഴുവൻ ചെസ്നട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. പിറ്റേന്ന് ചെറു തീയിൽ 1/2 മണിക്കൂർ തിളപ്പിച്ചെടുക്കണം. ആ ദ്രാവകം കറുത്തതും കയ്പുള്ളതുമായിരിക്കും. വെള്ളം മാറ്റിയിട്ട് വീണ്ടും 1/2 മണിക്കൂർ കൂടി തിളപ്പിക്കണം. വീണ്ടും 1/2 മണിക്കൂർ കൂടി. അങ്ങനെ ആവർത്തിക്കുമ്പോൾ വെള്ളം നിറം കുറഞ്ഞ് വൈനിന്റെ നിറമാവും. അത്രയും മതി. പിന്നീട് കഴുകി വൃത്തിയാക്കിയ ശേഷം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം. ചെസ്നട്ടിന്റെ ഭാരത്തിന്റെ 60% പഞ്ചസാര ചേർക്കണം. അടുപ്പിൽ നിന്നിറക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മദ്യം ചേർത്താൽ കൊതിയൂറുന്ന സുഗന്ധം ലഭിക്കും. കേടാവാതെ സൂക്ഷിക്കണമെങ്കിൽ അവ സിറപ്പോടുകൂടി ജാറിലേക്ക് നിറച്ചു വെക്കുക. ഇത് 2-3 മാസം സിറപ്പിലിട്ട് വെച്ചാൽ പഞ്ചസാര പൂർണ്ണമായും കിനിഞ്ഞിറങ്ങി ഒട്ടുന്നതായി മാറും. അങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിന്റെ ഉൾഭാഗം മോച്ചി പേസ്ട്രി കഴിക്കുന്നത് പോലെ ഏറെ രുചികരമാണ്. അതുപോലെ ചെസ്നട്ട് മരത്തിന്റെ വിറകു കീറൽ ഏറെ എളുപ്പമാണ്. കത്തിക്കുമ്പോൾ നല്ല ചൂട് ലഭിക്കുന്ന വിറകുകളാണിവ. വിറകടുപ്പിലെ ചൂട് ചായയുടെ കൂടെ കാൻഡിഡ് ചെസ്നട്ട് കഴിക്കൽ ഏറെ രുചികരമായ അനുഭവമാണ്. ചെസ്നട്ട് മരങ്ങൾ ഇപ്പോൾ തണുപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു 5ാമത്തെ വിഭവം. അയൽക്കാരൊക്കെ വീട്ടിൽ കൊച്ചു വർത്തമാനം പറയാൻ ഒത്തുകൂടിയിരുന്നു. കൃഷിയെപ്പറ്റിയും കുടുംബത്തെ പറ്റിയുമൊക്കെ അവർ സംസാരിച്ചു. അവർക്ക് കഴിക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തത് കൊടുത്തു. ആ സമയമാണ് എന്നോട് അയൽവക്കത്തെ ചേച്ചി, ഇച്ചിക്കോ ഈ വർഷം മധുരക്കിഴങ്ങിന്റെ വിളവ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത്. എല്ലാം ചെറുതായിരുന്നു. മയമില്ലാത്ത മണ്ണിൽ നട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ വർഷത്തേക്ക് ഞാൻ ജൂണിൽ തൈകൾ വാങ്ങി നട്ടിരുന്നുവെങ്കിലും ഇത്തരം വിത്ത് തൈകൾ വേര് വരുമ്പോൾ വല്ലാതെ നീളം വെക്കുമെന്നും അവ പിന്നീട് കായ്ക്കില്ലെന്നും കേട്ടിരുന്നു. അതുകൊണ്ട് വളരുമ്പോൾ തന്നെ ഞാൻ അവയുടെ ശാഖകൾ മുറിച്ചു മാറ്റി വേറെ നടുമായിരുന്നു. വേരുകൾ വളർത്തിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ചിലർ പറയുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്തപ്പോൾ നല്ല വിളവ് ലഭിച്ചതാണ്. ഒരുപക്ഷെ ഇത്തവണ വളം കുറഞ്ഞുപോയി കാണും. രാസവളം ഇല്ലാതെ തന്നെ
മധുരക്കിഴങ്ങ് നന്നായി വളരണം. മധുരക്കിഴങ്ങിന് പറ്റാത്ത മണ്ണാണ് കുമോരിയിലേത്. കൊടും തണുപ്പുള്ള കാലാവസ്ഥയും മധുരക്കിഴങ്ങ് വളർത്തിയാലും ഒരിക്കലും രുചി ഉണ്ടാകാറില്ലാത്തതിനാൽ വാങ്ങിക്കുന്നതാണ് കൂടുതലും പതിവ്. മറ്റൊരു ചേച്ചി അവരുടെ ചേമ്പ് കൃഷിയെപ്പറ്റി പറഞ്ഞു. അവർക്കും വിളവ് കുറവായിരുന്നത്രേ. നന്നായി മഴ പെയ്യാത്തതാണ് കാരണം. ചേമ്പിന് നന്നായി വെള്ളം കിട്ടിയില്ലെങ്കിൽ കൃഷി വെറുതെയാകും. ധാരാളം വളവും ആവശ്യമാണ്. കഴിഞ്ഞ വർഷം ലഭിച്ച കിഴങ്ങുകളായിരുന്നു ഞാൻ നട്ടത്. അല്പം ചീഞ്ഞതോ കേടുവന്നതോ ആയാലും കുഴപ്പമില്ല. മഞ്ഞു മാറിയാൽ കഴിയുന്നത്ര വേഗം അവ നടണം. കാരണം ഇത് നാമ്പിടാൻ കുറച്ച് സമയമെടുക്കും. കുട തുറന്നു വെക്കുന്നത് പോലെ ചുറ്റിനും ഇലകൾ വിരിഞ്ഞു വരും. വളരാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ചെറിയ മുകുളങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇവയെ സ്ഥിരമായി നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ കിഴങ്ങിന്റെ വലിപ്പം കുറഞ്ഞു പോകും. മധുരക്കിഴങ്ങ്, ചേമ്പ് ഇവയ്ക്ക് രണ്ടിനും തണുപ്പ് പറ്റില്ല. മഞ്ഞു വീഴ്ചയ്ക്ക് മുമ്പ് വിളവെടുത്തില്ലെങ്കിൽ എല്ലാം കേടായി പോകും. ശൈത്യകാലത്ത് മധുരക്കിഴങ്ങ് സംഭരണം ഫലപ്രദമല്ല. അതിനാൽ കിഴങ്ങ് കുഴിച്ചെടുത്താൽ ഇവയെ ഹോഷിയിമോ ആക്കി മാറ്റുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് മുകളിൽ അരിപ്പ വെച്ച ശേഷം കിഴങ്ങുകളിൽ ആവി കയറ്റുന്നു. കിഴങ്ങിന്റെ തൊലി കളഞ്ഞ ശേഷം കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കും. എന്നിട്ട് വൈക്കോലിൽ വെച്ച് കെട്ടി അത് ഉണക്കിയെടുക്കും. അവ ഉണങ്ങുമ്പോൾ മധുരം വർദ്ധിച്ച് സ്വാദിഷ്ടമായി തീരുന്നു. അങ്ങനെ ചെയ്താൽ കേടാകാത്തതിനാൽ ശൈത്യകാലം മുഴുവൻ അവ ആസ്വദിച്ച് കഴിക്കാം. ഞാനത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു ചേച്ചി പറഞ്ഞു, മൃദുവാകുന്നവരെ ഞാൻ ഇതിനെ കുക്കറിൽ പുഴുങ്ങുകയാ ചെയ്യുന്നേ. ആ സമയമാണ് വീടിന്റെ മച്ചിൽ ഞാനൊരു പൂച്ചയെ കണ്ടതും. അവർ യാത്ര പറഞ്ഞു പോയതിനു ശേഷം ഞാൻ മുകളിലെ മുറിയിലേക്ക് ചെന്ന് പൂച്ചയെ നോക്കി. അവിടെയൊന്നും അതിനെ കണ്ടില്ല. അന്നാ ബാക്കി മധുരക്കിഴങ്ങുകൾ പാചകം ചെയ്ത് ഞാൻ വയറു നിറയെ കഴിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 6ാമത്തെ വിഭവത്തിന്റെ സമയമായത്. കുറച്ച് താറാവിൻ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നുണ്ട്. ഐഗാമോ താറാവിൻ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയുള്ളവയാണ്. തലയിലെ ചെറിയ പുള്ളിയാണ് അവയെ സൗന്ദര്യമുള്ളതാക്കുന്നത്. കുമോരിയിൽ ജനിച്ചു വളർന്ന് എല്ലാവരുമായി ഇടപഴകുന്നതിനാൽ ഇവയെ കയ്യിലെടുത്താൽ പോലും ഒരു കുഴപ്പവുമില്ല. ഇവയുടെ തൂവലുകൾ വളരെ മൃദുലമായവയാണ്. നല്ല ചൂടുമുണ്ടാവും. ജൂൺ മാസത്തിൽ നെൽച്ചെടികൾ താറാവിനേക്കാൾ ഉയരത്തിൽ വളർന്നാൽ അവയെ പാടത്തേക്ക് ഇറക്കി വിടും. നെല്ലിന് ചുറ്റുമുള്ള കളകളെയും പുഴുക്കളെയും മറ്റും അവ തിന്നാൻ തുടങ്ങുന്നു. ചുറ്റും നീന്തുന്നതിലൂടെ നെൽവേരുകളിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും വെള്ളം കലക്കി സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ കളകളുടെ വളർച്ച അവ തടയുകയും ചെയ്യുന്നു. കൂടാതെ ഇവയുടെ കാഷ്ടം വളരെ നല്ല വളമാണ്. ഇതാണ് ഐഗാമോ കൃഷിരീതി. താറാവുകൾ വരമ്പിലൂടെ വരിവരിയായി ആടിക്കുലുങ്ങിയാണ് സഞ്ചരിക്കാറ്. അതുകൊണ്ട് കുമോരിയിൽ താറാവ് വളർത്തുന്നവർക്ക് അവയെ കൊല്ലാനോ ഉപദ്രവിക്കാനോ താല്പര്യം കുറവുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഈ താറാവുകൾ എന്നെ ഒരു ആർത്തിക്കാരിയായിട്ടാവും കാണുന്നത്. താറാവിനെ അറക്കാൻ സമയമായാൽ എന്നെയാണ് വിളിക്കാറുള്ളത്. താറാവിനെ പിടികൂടും. ശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കണം. കത്തി മൂർച്ച കൂട്ടി കൊന്നുകഴിഞ്ഞ താറാവിനെ തിളച്ച വെള്ളത്തിൽ മുക്കും. ഇത് തൊലി അയവുള്ളതാക്കി തൂവലുകൾ കളയുന്ന പണി എളുപ്പമാക്കും. തൂവലുകൾ പറിക്കുന്നതാണ് ഏറെ കഷ്ടപ്പാടുള്ളത്. കഴിക്കുമ്പോൾ അവ ബാക്കിയുണ്ടെങ്കിൽ മനം പുരട്ടും. അതിനാൽ ശ്രദ്ധാപൂർവം അവ നീക്കം ചെയ്യണം. ചെറിയ തൂവലുകളെ തീയിൽ കരിച്ചെടുക്കും. നട്ടലിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങി താറാവിന്റെ ഓരോ ഭാഗങ്ങളും വേർപെടുത്തിയെടുക്കും. കുടലും പണ്ടവും വലിച്ച് പുറത്തെടുത്ത് കളയും. ശേഷം മാംസം കൃത്യമായ അളവിൽ വെട്ടിനുറുക്കും. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് പാചകം തുടങ്ങുക. കൊണ്ടുവന്ന ഇറച്ചി കഷ്ണത്തിന്റെ തൊലിപ്പുറത്ത് കത്തി കൊണ്ട് വരഞ്ഞ ശേഷം ഉപ്പ് പുരട്ടണം. നല്ല ചൂടുള്ള ചീനച്ചട്ടിയിൽ തൊലി അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് എണ്ണ ചേർക്കാതെ ചെറുതീയിൽ ശ്രദ്ധാപൂർവം വേവിച്ചെടുക്കണം. ഇതിൽ ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കരിയടുപ്പിൽ ഗ്രിൽ ചെയ്യുമ്പോൾ കൊഴുപ്പ് ഉരുകിപ്പോവാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ക്രമേണ കൊഴുപ്പ് ഉരുകി ഇറങ്ങാൻ തുടങ്ങും. ഈ കൊഴുപ്പിൽ ഇറച്ചി പാകം ചെയ്തെടുക്കണം. തൊലി സ്വർണ്ണ നിറമാകുന്നവരെ സാവധാനം വറുത്തെടുക്കുക. ശേഷം തിരിച്ചിട്ട് ആവശ്യത്തിന് വറുക്കുക. ഐഗാമോ താറാവിറച്ചിയുടെ ഏറ്റവും നല്ല രുചി ഇങ്ങനെയാണ് ലഭിക്കുന്നത്. എല്ലുകൾ ചെറുതീയിൽ സമയമെടുത്ത് വേവിച്ചാണ് സൂപ്പ് സ്റ്റോക്ക് തയ്യാറാക്കുന്നത്. മിറിൻ, സോയാ സോസ്, ഇഞ്ചി, വറ്റൽമുളക് എന്നീ മസാലകൾ ചേർത്ത് വഴറ്റിയാണ് കരളും ഹൃദയവും പാചകം ചെയ്യുന്നത്. സഷിമിക്ക്, അതായത് പച്ചയ്ക്ക് കഴിക്കുന്ന രീതിക്ക് വേണ്ടി ആമാശയം കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അല്പം സോയാ സോസും ഇഞ്ചിയും കൂടെയുണ്ടെങ്കിൽ സംഭവം കിടുവാണ്. ഞാൻ ആദ്യമായി താറാവിനെ കൊന്നപ്പോൾ അതിനെ ഒരു സഞ്ചിയിലിട്ട് അല്പദൂരം നടന്നിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഭാരം അതിനുണ്ടായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നു. ഭക്ഷണം ഏറെ രുചികരമായിരുന്നു കേട്ടോ. തണുത്ത പ്രഭാതങ്ങളുടെ വരവ് തുടങ്ങിയിരിക്കുന്നു. 7ാമത്തെ വിഭവം അവിടെയാണ് തുടങ്ങുന്നതും. ഈ സമയത്ത് കുമോരിയിലുടനീളം വെളുത്ത പുകയുയരുന്നത് നിങ്ങൾക്ക് കാണാം. ഷിറ്റാക്കി കൂൺ ഫാമുകളിൽ നിന്ന് എന്തോ തിളപ്പിക്കുന്നത് പോലെയുള്ള പുക, അടുക്കള ചിമ്മിനിയിൽ നിന്നുള്ള പുക, പിന്നെ ഉമിക്കരി ഉണ്ടാക്കാൻ കത്തിക്കുമ്പോഴുള്ള പുക. കരി ഉണ്ടാക്കാൻ വേണ്ടി ഉമി കൂമ്പാരമാക്കി ചിമ്മിനിക്ക് ചുറ്റുമിട്ട് ഞാൻ കത്തിക്കുന്നു. ഈ ഉമിയിൽ നിന്നുമാണ് ഉമിക്കരി ലഭിക്കുന്നത്. മണ്ണിന് ഫലപുഷ്ടി കിട്ടാൻ ഞാനിത് നെല്ലുകൾക്കിടയിലും വയലുകളിലും വിതറാറുണ്ട്. വിത്തിറക്കുമ്പോഴും ഇതുവഴി നല്ല ഗുണം കിട്ടും. ഉദാഹരണത്തിന് ഞാൻ വിവിധയിനം ക്യാരറ്റുകൾ വരി വരിയായി നട്ട് മുകളിൽ അല്പം മണ്ണ് തട്ടുന്നു. ശേഷം ഉമിക്കരി കൊണ്ട് മൂടുന്നു. ശക്തിയിൽ മഴ പെയ്യുമ്പോൾ മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ ഇത് സഹായകരമാണ്. അതേസമയം ഈർപ്പം നില
നിലനിർത്തുന്നതിനാൽ മണ്ണുണങ്ങി വിണ്ടുകീറുകയുമില്ല. പാർസ്ലി കുടുംബത്തിൽപ്പെട്ടതിനാൽ ക്യാരറ്റിന് നല്ല ഈർപ്പം അനുയോജ്യമായവയുമാണ്. ക്യാരറ്റിന് മുകുളങ്ങൾ ആവശ്യമാണ്. അവയെ വളരാൻ വിട്ടാൽ എല്ലാം കൂടെ ഇടതൂർന്നു വളരും. അങ്ങനെ തളിർത്താൽ അവയെ വെട്ടിയൊതുക്കേണ്ടി വരും. സാധാരണയായി ചെടികളുടെ വേരുകൾ തമ്മിൽ അകലമുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അമ്മയുടെ രീതി കുറച്ച് വ്യത്യസ്തമായിരുന്നു. കുറച്ച് സമയം ചിലവഴിച്ച് അവയെ വെട്ടിയൊതുക്കുന്നതാണ് നല്ലത് എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ക്യാരറ്റ് ചെടികളെ പരസ്പരം മത്സരിച്ച് വളരാൻ വിട്ടില്ലെങ്കിൽ വിളവ് കുറയാം. പക്ഷെ ക്യാരറ്റുകൾ പാർസ്ലി കുടുംബത്തിലെ അംഗങ്ങളാണ്. അമ്മ ഒരു 10,000 വട്ടമെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ സ്കൂൾ വിട്ടുവരുമ്പോൾ തന്നെ അമ്മ സൂപ്പുണ്ടാക്കാൻ മൂത്ത ക്യാരറ്റ് പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് എന്നെ തോട്ടത്തിലേക്ക് വിടും. മൂത്ത ക്യാരറ്റ് വേരുകൾക്ക് നല്ല ഉറപ്പും കട്ടിയുമുള്ളതുകൊണ്ട് ചെടികൾ വെട്ടിയൊതുക്കുമ്പോൾ അവയിൽ നിന്നാണ് തുടങ്ങാറുള്ളത്. പക്ഷേ അമ്മ അവയെ ഒഴിവാക്കാറാണ് പതിവ്. അമ്മ എന്നോട് പറയും, നല്ല സ്വാദുള്ളതിനാൽ വെസ്റ്റേൺ രീതിയിലുള്ള സ്റ്റൂവിന് അവയാണ് ഏറ്റവും നല്ലതെന്ന്. അമ്മ പറഞ്ഞത് അന്നൊക്കെ സത്യമാണെന്ന് തോന്നിയെങ്കിലും കാടും പടലവും പിടിച്ചു കിടക്കുന്ന ക്യാരറ്റ് തോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരുന്നു അതൊക്കെ അമ്മയുടെ മടി കാരണമുള്ള ന്യായങ്ങളായിരുന്നു എന്ന്. ചെടികളെല്ലാം കെട്ടുപിണന് വളർന്നിരുന്നതിനാൽ ഒരെണ്ണം മാത്രം പിഴുതെടുക്കുന്നത് ഏറെ കഷ്ടപ്പാടായിരുന്നു. അമ്മ ശരിക്കും ഒരു മടിച്ചിയാണ്. മടിച്ചിയായതുകൊണ്ടല്ല, നന്നായി വളരാത്ത ചെടികളുടെ കൂടെ മത്സരിക്കാൻ കളകളെ വിട്ടതാണ്. ഞാൻ ചോദിക്കുമ്പോൾ അമ്മ പറയും അത് കളകളെ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണെന്ന്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, എന്തൊക്കെയായാലും അമ്മയുടെ സ്റ്റൂവും ചീര വഴറ്റിയതും ഏറെ രുചികരമായിരുന്നു. ഞാൻ സ്വയം പാചകം ചെയ്യാൻ തുടങ്ങുന്നവരെ അമ്മ ഉണ്ടാക്കിയതെല്ലാം എനിക്കും ഉണ്ടാക്കാൻ പറ്റും എന്നായിരുന്നു എന്റെ ധാരണ. വയലുകളിൽ എല്ലാത്തരം പച്ചക്കറികളും വിളയിക്കാൻ എനിക്കൊരു വർഷം മുഴുവനുമുണ്ട്. മുരിച്ചു കഴിക്കാവുന്ന മിസുന, ശൈത്യകാലത്ത് റോസറ്റ് ബോക്ചോയ്, നല്ല വേനലിൽ പോലും വളരുന്ന മാലബോർ വള്ളിച്ചീര, കൂടെ കീടങ്ങൾ നിറഞ്ഞ കടുകുചീരയും അങ്ങനെ വളരുന്നു. ഇടയ്ക്ക് ഞാൻ പച്ചിലകൾ പറിച്ചെടുത്ത് അവ കഴുകി അരിഞ്ഞ് വഴറ്റി മസാലകളിട്ട് പാചകം ചെയ്യുന്നു. അമ്മയുടെയും എന്റെയും പാചക രീതികൾ ഒന്നാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ മാറ്റമുണ്ട്. പഴയതും പഴുത്തതുമായ പച്ചിലകൾ പോലും അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവയിൽ മുഴുവൻ നാരായിരിക്കും. അമ്മ ഉണ്ടാക്കുന്നത് തിളപ്പിച്ചല്ല എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഇഞ്ചി ചേർത്താലും ഇല്ലെങ്കിലും കാര്യമില്ല, സവാള ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. രുചിക്ക് സോയാ സോസ് അല്ലെങ്കിൽ ഉപ്പ്, ഇറച്ചി വരെ ചേർത്താലും ഇല്ലെങ്കിലും അതിലെപ്പോഴും നാര് കടിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അങ്ങനെ സെലറിയിലെ നാരുകൾ കളയുമ്പോഴായിരുന്നു സംഭവം എനിക്ക് പിടികിട്ടിയത്. ഒരു തോന്നലിൽ ഞാൻ മറ്റിലകളുടെയും നാരുകൾ കളഞ്ഞു നോക്കിയപ്പോൾ എല്ലാം പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ഇലകളൊക്കെ ഞാൻ പാചകം ചെയ്തു, അമ്മ ഉണ്ടാക്കുന്ന അതേ പാചക രീതിയിൽ. അത് കൃത്യമായിരുന്നു അമ്മ ഉണ്ടാക്കിയ അതേ രുചി. അന്ന് ഈ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനാ അമ്മ അത് ഉണ്ടാക്കുന്നത് എന്ന് കരുതി അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ ഏറെ അധ്വാനിയായിരുന്നു. ഒരുപക്ഷെ ഞാനായിരിക്കും മടിച്ചയും മണ്ടിയും. പ്രാതലുണ്ടാക്കാൻ എനിക്ക് കുറച്ച് ചീര പറിക്കണം. മഞ്ഞ് വീണ ചീരകൾ ശുദ്ധവും രുചിയുമുള്ളതുമാണ്. ഉമി ഇപ്പോഴും കത്തിച്ച് തീർന്നിട്ടില്ല. ചീര പറിച്ച് പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീറ്റർ റീഡിങ്ങിന് ആളെത്തിയത്. മാസത്തിലൊരിക്കൽ ഇലക്ട്രിസിറ്റി കമ്പനിയിൽ നിന്നും ഗ്യാസ് കമ്പനിയിൽ നിന്നും ഓരോ ആളുകൾ വരാറുണ്ട്. പോസ്റ്റ്മാനും ഇടയ്ക്ക് വരും. അന്ന് ഭക്ഷണം കഴിക്കാൻ നേരം പോസ്റ്റ്മാൻ വന്നിരുന്നു. തണുപ്പ് കാലത്തിന്റെ തുടക്കം കാരണം തണുപ്പ് കൂടി വരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഞ്ഞുവീഴ്ച ആരംഭിക്കാമെന്ന് അദ്ദേഹം തന്റെ അഭിപ്രായം പറഞ്ഞു. അന്ന് അദ്ദേഹം വന്നതൊരു കത്തുമായിട്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ കത്ത് അമ്മയുടേതായിരുന്നു. ശരത്കാലം അവസാനിച്ച് ശൈത്യകാലം ആരംഭിക്കാൻ പോകുന്നു. കുമോരി ഗ്രാമത്തിലെ ഇച്ചിക്കോയുടെ ശരത്കാല ജീവിതം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.